സാമുവേൽ 22 അധ്യായം 1 മുതൽ 23 വരെ വാക്യങ്ങൾ. ദാവീദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അദുല്ലാം ഗുഹയിലെത്തി. അവന്റെ സഹോദരന്മാരും കുടുംബവും മുഴുവൻ ഇതറിഞ്ഞ് അവിടെ ചെന്നു. പീഡിതർ, കടമുള്ളവർ, അസന്തുഷ്ടർ ഇങ്ങനെ പലരും അവൻ ചുറ്റുകൂടി. അവൻ അവരുടെ എല്ലാം തലവനായി. 400 പേർ അവനോടുകൂടി അവിടെ ഉണ്ടായിരുന്നു. ദാവീദ് അവിടെ നിന്ന് നെവാബിലുള്ള മിസ്പയിലെത്തി. നെവാബ് രാജാവിനോട് അപേക്ഷിച്ചു, ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് അറിയുന്നതുവരെ എന്റെ മാതാപിതാക്കന്മാർ അങ്ങയുടെ കൂടെ താമസിക്കാൻ അനുവദിക്കണം. അവൻ നെവാബ് രാജാവിന്റെ അടുത്താക്കി. ദാവീദ് രക്ഷാസങ്കേതത്തിലായിരിക്കുന്ന കാലം അത്രയും അവിടെ താമസിച്ചു. പ്രവാചകനായ ദാവീദിനോട് പറഞ്ഞു, സങ്കേതത്തിൽ ഒളിച്ചിരിക്കുന്നത് മതി, യൂദാദേശത്തേക്ക് പോകുക. അതനുസരിച്ച് ദാവീദ് വനത്തിലേക്ക് പോയി പുരോഹിതന്മാരെ വരുത്തുന്നു. ദാവീദിനെയും കൂട്ടാളികളെയും കണ്ടെത്തിയെന്ന് സാവൂൾ അറിഞ്ഞു. അവൻ കുന്തവുമായി ഗിബയായിലെ കുന്നിൻ മുകളിലുള്ള പിച്ചുല മരത്തിന്റെ ചുവട്ടിലെത്തുകയായിരുന്നു. ഭൃത്യന്മാർ ചുറ്റും നിന്നിരുന്നു. സാവൂൾ ചുറ്റും നിന്നിരുന്ന ഭൃത്യന്മാരോട് പറഞ്ഞു, ബെഞ്ചമിൻ ഗോത്ര ജരെ കേൾക്കുവിൻ. ജെസ്സയുടെ മകൻ നിങ്ങൾക്ക് നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തരുമോ? നിങ്ങളെ സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമാക്കുമോ? നിങ്ങൾ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയില്ലേ? ജെസ്സയുടെ മകനുമായി എന്റെ പുത്രൻ സംഖ്യ ഉണ്ടാക്കിയപ്പോൾ ആരും എന്നോട് പറഞ്ഞില്ല. അവൻ എന്റെ ദാസനായ ദാവീദിനെ എനിക്കെതിരായി തിരിച്ചുവിടുകയും പരിഹരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ ഒരുവൻ പോലും എന്നോട് പറയുകയോ എന്നോട് സമ്മതിക്കുകയോ ചെയ്തില്ല. അപ്പോൾ സാവൂളിന്റെ ഭൃത്യന്മാരുടെ അടുത്ത് നിന്നിരുന്ന ഏദോമിയായ ദേഗ് പറഞ്ഞു, ജെസ്സയുടെ മകനെ ഞാൻ കണ്ടു. നോബിൽ വെച്ച് അഹീത്തൂബിന്റെ പുത്രൻ അഹീമക്കലിന്റെ അടുക്കലേക്ക് അവൻ വരികയായിരുന്നു. മക്കൽ അവന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവൻ ഭക്ഷണവും ഫിലിസ്തീയരായ ഗോലിയാത്തിന്റെ വാളും കൊടുത്തു. രാജാവ് അഹീത്തൂബിന്റെ മകനും പുരോഹിതനുമായ അഹീമക്കലിനെയും അവന്റെ പ്രതിഫലത്തിലുള്ള എല്ലാവരെയും നോബിലുള്ള എല്ലാ പുരോഹിതന്മാരെയും ആളയച്ചു വരുത്തി. സാവൂൾ പറഞ്ഞു, അഹീത്തൂബിന്റെ പുത്ര കേൾക്കുക. പ്രഭു സംസാരിച്ചാലും അവൻ പ്രതികരിച്ചു. സാവൂൾ ചോദിച്ചു, നീ ജെസ്സയുടെ മകൻ കൂടി എനിക്കെതിരായി ഗൂഢാലോചന നടത്തി. നീ അവൻ അപ്പോൾ വാളും കൊടുക്കുകയും അവന് വേണ്ടി കർത്താവിന്റെ ഹിതമാരായും ചെയ്തില്ല. അതുകൊണ്ടല്ലേ അവൻ എനിക്കെതിരായി പ്രവർത്തിക്കുന്നത്. അഹീമക്കൽ പറഞ്ഞു, അങ്ങയുടെ സേവകന്മാരിൽ ദാവീദിനോളം വിശ്വസ്തനായി വേറെ ആരുണ്ട്? അവൻ അങ്ങയുടെ മരുമകനും അംഗരക്ഷയുടെ അധിപനും അങ്ങയുടെ ഭവനത്തിൽ ആദരിക്കപ്പെടേണ്ടവനല്ലേ? അവന് വേണ്ടി ദൈവത്തോട് ആരായുന്നത് ആദ്യമല്ല. രാജാവ് ഈ ദാസനെയോ പിതൃഭവനത്തിന്റെയോ മേൽ കുറ്റം ആരോപിക്കരുത്. ഈ ദാസൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. രാജാവ് പറഞ്ഞു, അഹീമക്കൽ നീയും നിന്റെ കുടുംബവും മറ്റോ. രാജാവ് അടുത്ത് നിന്ന് അംഗരക്ഷകനോട് ആജ്ഞാപിച്ചു, കർത്താവിന്റെ ആ പുരോഹിതന്മാരെ കൊന്നുകളയുക. അവർ ദാവീദിനോട് ചേർന്നിരിക്കുന്നു. അവൻ ഒളിച്ചോടിയത് അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ല. എന്നാൽ കർത്താവിന്റെ പുരോഹിതന്മാരുടെ മേൽ കൈവയ്ക്കാൻ രാജഭൃത്യന്മാർ തയ്യാറായില്ല. അപ്പോൾ രാജാവ് ദോഹദിനോട് കൽപ്പിച്ചു, നീ ആ പുരോഹിതന്മാരെ കൊല്ലുക. ഏദോമിയനായ ദോയേഗ് അത് ചെയ്തു. ചണ നൂൽ കൊണ്ടുള്ള എഫോദ് ധരിച്ച 85 പേരെ അവൻ വധിച്ചു. ആ പുരോഹിതന്മാരോട് നഗരമായ നോബ് അവൻ നശിപ്പിച്ചു. പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, ശിശുക്കൾ, കഴുതകൾ, ആടുമാടുകൾ എന്നിങ്ങനെ എല്ലാത്തിനെയും വാളിനിരയാക്കി. എന്നാൽ അഹീത്തൂബിന്റെ മകൻ അഹീമക്കലിന്റെ പുത്രന്മാരിൽ ഒരുവനായ അബിയാദൻ രക്ഷപ്പെട്ടോടി ദാവീദിന്റെ അടുത്തെത്തി. കർത്താവിന്റെ പുരോഹിതന്മാരെ സൗൾ വധിച്ച വിവരം അവർ അറിയിച്ചു. ദാവീദ് അബിയാദിനോട് പറഞ്ഞു, ഏദോമിനായ ദോയേഗ് അവിടെ ഉണ്ടായിരുന്നതിനാൽ അവൻ തീർച്ചയായും സാവൂളിനോട് പറയുമെന്ന് അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. നിന്റെ പുത്രഭവനത്തിൽ എല്ലാവരും മരിക്കുന്നത് ഞാൻ കാരണമായി. ഭയപ്പെടേണ്ട, എന്നോട് കൂടി താമസിക്കുക. എന്റെ ജീവൻ അപഹരിക്കാൻ നോക്കുന്നവർ നിന്റെയും ജീവൻ അന്വേഷിക്കുന്നു. എന്റെ അടുക്കൽ നീ സുരക്ഷിതനായിരിക്കും. ദൈവം നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ. ക്രിസ്തുവിനെ സ്തുതി.